യൂട്യൂബിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന മാക്സി കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വീഡിയോസുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. അതായത് മെഷർമെൻറ്റ്സ് ഒന്നും ഇല്ലാത്തവർക്ക് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ വെറും അരമണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാക്സി സ്റ്റിച്ചിങ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതിലൂടെ നിങ്ങൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്തവർക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഏത് ഡ്രസ്സും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അത്ര കോൺഫിഡൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. അത് നമ്മൾ മാക്സിയുടെ ഒരു ക്ലോത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ടായിട്ട് ഒരു മെഷർമെൻറ്റ്സിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു നൈറ്റിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നെക്കിൽ നമ്മൾ ത്രെഡ് വർക്ക് വരുന്ന ഒരു പീസാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന നമ്മൾ യൂസ് ചെയ്യുന്ന നൈറ്റിയുടെ മെഷർമെൻറ്റ്സിലായിരിക്കും നമ്മൾ സാധാരണ രീതിയിൽ കട്ട് ചെയ്യുക അല്ലേ. അപ്പോൾ നെക്കിൻ്റെ പോർഷൻ വരുന്ന സമയത്ത് നമ്മൾ 1/2 ഇഞ്ച് മുകളിലോട്ട് കയറ്റിയിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ ഭാഗത്തും 1/2 ഇഞ്ച് കയറ്റി കൊടുക്കുക. പിന്നെ നമ്മുടെ ഷേപ്പ് നമ്മൾ സ്ലീവ് അലവൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലോത്ത് അതെങ്ങനെ യൂസ് ചെയ്യുന്ന ഡ്രസ്സിന് മെഷർമെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്ലീവ് അലവൻസ് എക്സ്ട്രാ ഉള്ള ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ അതേ മെഷർമെൻറ്റ്സിൽ എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ മെഷർമെൻറ്റ്സ് ഇല്ലാതെയും മെഷർമെൻറ്റ്സോട് കൂടി തന്നെയാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. 3 ഇഞ്ച് നെക്ക് വിഡ്ത്ത്, 3 ഇഞ്ച് ഇറക്കം, ബാക്ക് നെക്ക് ഇറക്കം കൊടുത്തിട്ടുണ്ട്. 7 ഇഞ്ചാണ് ഷോൾഡർ ലെങ്ത്ത് കൊടുക്കുന്നത്, 8 ഇഞ്ചാണ് ആം ഹോൾ ഇറക്കം കൊടുക്കുന്നത് കേട്ടോ. വേഗം അങ്ങ് പറഞ്ഞു പോകുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് വളരെ നീട്ടി വലിച്ച് അങ്ങ് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ കരുതും ഒരുപാട് മെഷർമെൻറ്റ്സും കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ചെസ്റ്റ് ലെങ്ത്ത് അതായത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമ്മൾ ആം ഹോൾ എടുത്തു. എന്നിട്ട് ആം ഹോൾ നേരെ വരുന്ന സ്ഥലത്താണ് നമ്മൾ ചെസ്റ്റ് ലെങ്ത്ത് എടുക്കുന്നത്. ആ ഒരു ലെങ്ത്ത് ഞാൻ 12 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് സ്ലീവിൻ്റെ ലെങ്ത്താണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത്രയും ലെങ്ത്തിൽ എടുക്കുക കേട്ടോ സ്ലീവിൻ്റെ ഭാഗത്ത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഷേപ്പാണ് ചെയ്ത് കൊടുക്കുന്നത്. ഷേപ്പ് ഞാൻ അളവിൻ്റെ ആ ഒരു ക്ലോത്തിൻ്റെ മെഷർമെൻറ്റ്സ് വെച്ച് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഷേപ്പ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം കേട്ടോ. ഷോൾഡറിൻ്റെ അവിടെ നിന്നും നമ്മൾ താഴത്തോട്ട് ഒരു 14 ഇഞ്ച് മെഷർമെൻറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ചെസ്റ്റിനേക്കാളും 1 ഇഞ്ച് കുറച്ചിട്ട് വേണം ഷേപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് മെഷർമെൻറ്റ് വെക്കാനായിട്ട്. അതായത് നമ്മൾ ചെസ്റ്റ് ലെങ്ത്ത് 12 ഇഞ്ചാണ് വെച്ചേക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഹിപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് 11 ഇഞ്ചായിരിക്കും വെക്കുക കേട്ടോ. പിന്നെ അവിടെ നിന്ന് താഴത്തോട്ട് നമ്മുടെ ഷേപ്പിനനുസരിച്ച് ജസ്റ്റ് ഒന്ന് കർവായിട്ടൊന്ന് വരച്ചു കൊടുത്താൽ മാത്രം മതി. നല്ല രീതിയിൽ അതങ്ങ് വെട്ടി മെഷർമെൻ്റ് ഒക്കെ കറക്റ്റ് ചെയ്ത് വെച്ച് നോക്കുക. ഇനിയിപ്പോൾ നമ്മൾ സ്ലീവാണ് വെട്ടി കൊടുക്കുന്നത്. നമ്മൾ എത്രയാണോ ആം ഹോൾ എടുത്തേക്കുന്നത് അതിൻ്റെ കൂടെ 2 ഇഞ്ച് എടുക്കുക. ഞാൻ 8 ഇഞ്ചാണ് ആം ഹോൾ ഇറക്കം കൊടുത്തേക്കുന്നത്, 10 ഇഞ്ചാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അതിനുശേഷം ഈ രീതിയിൽ ഒരു കർവൊക്കെ കൊടുത്ത് ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി കൊടുക്കുക കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആം ഹോൾ ചുളുക്കില്ലാതെ അല്ലെങ്കിൽ എന്താ പറയുക വൈഡായിട്ടൊന്നും കിടക്കുക, നല്ല അടിപൊളിയായിട്ട് അവിടെ പ്രസ് ചെയ്ത് അങ്ങ് കിടന്നോളൂ കേട്ടോ. ഇനി നമ്മുടെ സ്ലീവിൻ്റെ വിഡ്ത്തിനനുസരിച്ച് കൈയുടെ വീതി മെഷർമെൻറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ 8 ഇഞ്ചാണ് ഞാൻ മെഷർമെൻറ്റ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു പിന്നെന്താ സ്ലീവിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് നീളം എത്രയാണെന്നുള്ളത് ഓരോരുത്തർക്കും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഞാനിവിടെ കൈമുട്ടിനേക്കാളും താഴത്തായിട്ട് അതായത് ഏകദേശം ഒരു 17 ഇഞ്ചോളം ലെങ്ത്ത് വരുന്ന സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 സ്ഥലത്ത് ജോയിൻറ്റഡ് അല്ലെങ്കിൽ 3 സ്ഥലത്ത് ജോയിൻറ്റഡ് ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത്രയും മെഷർമെൻറ്റ്സ് നിങ്ങൾ എടുക്കാം. ഇത് വന്നിട്ട് നമുക്ക് നെക്കിൻ്റെ ഭാഗത്ത് ത്രെഡിൻ്റെ ആ ഒരു വർക്ക് വെക്കാനായിട്ട് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ചെറിയൊരു ഗ്യാപ്പ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിന് നമ്മൾ ക്ലോസ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കാനായിട്ട് ചെറിയൊരു സ്റ്റിച്ച് അവിടെ കൊടുക്കുകയാണ്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് വളരെ സ്പീഡിൽ അങ്ങ് പറഞ്ഞു പോവുകയാണ്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട സമയം ഈ ഒരു വീഡിയോ കണ്ടിട്ട് തീർക്കരുത് എന്നുള്ളത് കൊണ്ടാണ്. അതായത് നിങ്ങൾക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാനായിട്ടാണ് വളരെ എളുപ്പത്തിലുള്ള കാര്യങ്ങൾ അത്രയും സ്പീഡിലായിട്ട് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ എത്ര എളുപ്പമാണ് ഓരോ കാര്യങ്ങളും ചെയ്തെടുക്കാനായിട്ട് എന്നുള്ളത്. അപ്പോൾ വെറുതെ 300-400 രൂപ കൊടുത്തിട്ട് ഒരു നൈറ്റി എല്ലാം വാങ്ങുന്ന സമയത്ത് വെറും 180 അല്ലെങ്കിൽ 160 രൂപയ്ക്കൊക്കെ ക്ലോത്ത് വാങ്ങിയിട്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ക്ലോസ് ചെയ്ത് എടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് നെക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സിബ് വെക്കാത്ത ഒരു നൈറ്റിയാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ത്രെഡ് വർക്കിൻ്റെ സെൻറ്റർ പോർഷൻ കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഞാൻ ക്ലോസ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. ഇനിയിപ്പോൾ ത്രെഡ് പോർഷൻ ഞാൻ ഇതാ വെക്കുകയാണ്. ഈ ഒരു യോക്ക് പോർഷൻ്റെ ഭാഗത്ത് ഞാൻ ബാക്ക് നെക്ക് മാത്രമേ വെട്ടി കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ത്രെഡ് വർക്ക് വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ 2 ഭാഗത്തുമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു 2 ക്ലോത്തിലും ഞാൻ ഫ്രണ്ടിനൊക്കെ വെട്ടി കൊടുക്കാൻ വേണ്ടി പോകും. നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ യോക്ക് പോർഷൻ്റെ നല്ല വശം ഞാൻ താഴത്തോട്ട് വെച്ചിട്ടാണ് ത്രെഡ് വർക്കിൻ്റെ നല്ല വശം അതേപോലെ ഓപ്പോസിറ്റ് സൈഡായിട്ട് വെച്ച് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. എന്നിട്ട് നമ്മളിതാ ഈ ഒരു ത്രെഡ് വർക്കിൻ്റെ
ഫസ്റ്റ് ആ ഒരു ത്രെഡ് വരുന്ന ആ ഒരു ഡിസൈനിൻ്റെ മുകളിലൂടെയാണ് ഞാൻ സ്റ്റിച്ചിങ് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം ഇറക്കം വേണം അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഈ ഒരു ത്രെഡ് വർക്ക് വെക്കാനായിട്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു 6 ഇഞ്ചോളം ഇറക്കം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിതാ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുക, എങ്കിൽ മാത്രമേ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് ആ ഒരു ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടത്തുള്ളൂ. ഇതേ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമ്മൾ മറിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല വശത്തോട് ചേർത്തിട്ട് ആ ഒരു ത്രെഡ് വർക്കിൻ്റെ നല്ല വശം വരും. എന്നിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ഇതിൻ്റെ അരികോട് ചേർന്നിട്ടൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷമാണ് ഈ ഒരു ത്രെഡ് വർക്കിൻ്റെ എൻഡ് വരുന്ന ഭാഗം നമ്മളൊന്ന് നല്ല രീതിയിലൊന്ന് ഫിനിഷിങ് ചെയ്തെടുക്കുന്നത് കേട്ടോ. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു ത്രെഡ് വർക്ക് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൽ സിബ് അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സിബ് അറ്റാച്ച് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ട് നോക്കുക. ഡിസ്ക്രിപ്ഷനിൽ സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ലിങ്ക് കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഈ ഒരു സമയത്ത് പെരുന്നാളിൻ്റെ സീസൺ, അതുപോലെ തന്നെ സ്കൂൾ ഓപ്പണിംഗ് ഒക്കെ ആയതുകൊണ്ട് കുറച്ചൊന്ന് തിരക്കാണ്. ആ ഒരു പെരുന്നാളിൻ്റെ സീസണിൻ്റെ കുറച്ച് ഡ്രസ്സ് തയ്ക്കാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുട്ടികളുടെ യൂണിഫോമും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനുണ്ടായിരുന്നു. ഒരുപാട് കൂട്ടുകാർ യൂണിഫോമിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസിനായിട്ട് കമൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാനതൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. നമ്മൾ എന്താ പറയുക, എഡിറ്റിങ്ങിനായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു സമയക്കുറവ് ഉണ്ട്, ടൈമില്ല, ഒട്ടും ടൈമില്ല. നമ്മൾ സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞിട്ട് തന്നെ കിടക്കുന്ന സമയമാകുമ്പോഴത്തേക്കും ഏകദേശം 1 മണി 2 മണിയൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇപ്പോൾ തിരക്കുള്ളത് കൊണ്ട് മാത്രം കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റിങ്ങിനായിട്ട് ടൈം കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഈ ഒരു മാക്സി സ്റ്റിച്ചിങ് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുമെന്ന് കരുതിയതുകൊണ്ടാണ്, വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന മെത്തേഡ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ അതേ ഫ്രണ്ട് നെക്ക് ഫിനിഷ് ചെയ്തതിന് ശേഷം ക്രോസ് പീസ് വെച്ചിട്ട് ഞാനൊന്ന് ബാക്ക് നെക്കും കൂടി ചെയ്തെടുക്കുകയാണ്. നമ്മൾ 2 ഭാഗവും റൗണ്ട് നെക്ക് തന്നെയാണ് വെച്ച് കൊടുത്തേക്കുന്നത്. ബിഗിനേഴ്സിന് എളുപ്പമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഈ ഒരു റൗണ്ട് നെക്ക് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോസിൽ ഒരുപാട് പ്രാവശ്യമായിട്ട് നമ്മൾ റൗണ്ട് നെക്ക് തന്നെയാണ് ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു മെത്തേഡായിട്ട് ഞാനിതാ ഈ ഒരു നെക്കിനെ ഉൾവശത്തോട്ട് ഇതുപോലെ ഒന്ന് ഡബിൾ ഫോൾഡായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്തിട്ടില്ല കേട്ടോ. ഷോൾഡർ ഞാൻ എൻഡിലാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. അതായത് നെക്കൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്താണ് ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഫിനിഷിങ്, ഒരു പ്രത്യേക ഫിനിഷിങ് തന്നെ കിട്ടും. അപ്പോൾ അത് അങ്ങനെ ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മൾ ചാനലിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നവർക്ക് ചിലപ്പോൾ നമ്മൾ ആ ഒരു പീസ് വെക്കുന്ന സമയത്ത് കൺഫ്യൂഷൻ ആവും എങ്ങനെയാണ് വെക്കുക എന്നുള്ളത് കേട്ടോ. അപ്പം കുറച്ചുകൂടി ഈസിയായി കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് കാണിക്കുന്നത്. ഷോൾഡർ 2 ഭാഗത്തും ഫ്രണ്ടും ബാക്കും നല്ല വശവും ഒരുമിച്ച് ചേർത്തിട്ട് ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ 4 ഇഞ്ച് ചെരിച്ച് വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ പോർഷനിൽ അതേ രീതിയിൽ തന്നെ ചെരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ നമ്മുടെ വേറെ ഇത് കഴിഞ്ഞാൽ ഷോൾഡർ നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് അതവിടെ കിടന്നോളും. അപ്പോൾ ഇത് കണ്ടില്ലേ, ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും അതിൻ്റെ അരികൊക്കെ നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ജോയിൻറ്റ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ജോയിൻറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ക്ലോത്തിൻ്റെ മെഷർമെൻറ്റ്സ് എത്രയാണോ അതിനനുസരിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് ഞാൻ വലിയ കാര്യമായിട്ടൊന്നും കാണിക്കുന്നില്ല. നമുക്ക് ആ ഒരു കോൺ പീസായിട്ട്, ഒരു ചെറിയ ചെരിവായിട്ട് കൂടിയിട്ടുള്ള പീസായിട്ട് സ്ലീവിൻ്റെ എക്സ്ട്രാ കൂട്ടുന്ന ഭാഗത്ത് നമുക്ക് ജോയിൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ജോയിൻറ്റൊക്കെ ഞാനിതാ ഇതുപോലെ വളരെ എളുപ്പത്തിൽ ചെയ്തങ്ങോട്ട് എടുക്കുകയാണ്. നമ്മൾ റെഡിമെയ്ഡൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് കാണാറുണ്ട് അല്ലേ, സ്ലീവിൻ്റെ ഭാഗത്ത് 2, 3 ക്ലോത്തൊക്കെ വെച്ചിട്ട് ഇതുപോലെ ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ടാവാം അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും നമുക്ക് എത്രത്തോളം ലെങ്ത്ത് വേണോ അതിനനുസരിച്ച് നമ്മുടെ ഐഡിയ പോലെ ഇരുന്നിട്ട് നമുക്കിതുപോലെ ലെങ്ത്ത് കൂട്ടാനും കുറക്കാനും ഒക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ 17 ഇഞ്ചോളം നീളത്തിൽ കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെറിയ ജോയിൻസ് ഒക്കെ വെക്കുന്നത്. അതിനുശേഷം ഞാൻ ക്ലോത്തെല്ലാം ഒരുമിച്ച് വെച്ചിട്ട് ജോയിൻ ചെയ്ത് എടുക്കുന്നുണ്ട്. ചെറിയ രീതിയിലൊന്ന് പതിച്ചും കൂടി സ്റ്റിച്ച് ചെയ്യുക. എപ്പോഴും നമ്മൾ ചെയ്യുന്ന സമയത്ത് സെയിൽ ചെയ്യാനായിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് തന്നെ വെയർ ചെയ്യാനുള്ള ഡ്രസ്സ് ആയിക്കോട്ടെ, നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ലോങ് ലാസ്റ്റ് ചെയ്യും കേട്ടോ. ഏത് തരം ഡ്രസ്സ് ആയിക്കോട്ടെ അതൊക്കെ നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതാ നമ്മൾ ജോയിൻറ്റ് ചെയ്യുന്നുണ്ട് സ്ലീവിൻ്റെ ആ ഒരു ഭാഗത്ത്. ലെങ്ത്ത് കൂട്ടാനായിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത്. എന്നിട്ട് ഇതാ ഡബിൾ സ്റ്റിച്ചും കൂടി ചെയ്യുന്നുണ്ട്. എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ക്ലോത്തൊക്കെ നമ്മൾ അപ്പം തന്നെ വെട്ടിക്കൊടുക്കുക. എങ്കിൽ നമ്മൾ ആ ഒരു ഫിനിഷിങ്ങോടുകൂടി നമുക്ക് ആ ഒരു ഡ്രസ്സ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ യൂണിഫോമിൻ്റെ കോട്ടിനും അതുപോലെ തന്നെ സ്കേർട്ടിനും ഒക്കെ ആയിട്ട് കമൻസ് വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു
ഇൻഷാ വളരെ പെട്ടെന്ന് തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതാ നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്തൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു ജോയിൻറ്റ് വരുന്ന ഭാഗത്ത് പ്രിൻറ്റ് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ സ്ലീവ് നമുക്ക് യോക്ക് പോർഷനുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അതൊക്കെ നമ്മളെല്ലാ വീഡിയോസിലും പറയുന്നുണ്ട്. ഇനിയിപ്പോൾ സൈഡൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ ഭാഗം ഒന്ന് മടക്കി തയ്ച്ച് കൊടുക്കുകയാണ്. ഈ ഒരു നൈറ്റിയിൽ ഞാൻ പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ലീവിൻ്റെ ഭാഗം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നത് വേണോ എന്നുണ്ടെങ്കിൽ കമൻറ്റ്സ് ചെയ്ത് കേട്ടോ. അതായത് പോക്കറ്റിൻ്റെ ഭാഗവും സ്ലീവിൻ്റെ ഭാഗവും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഒന്നുകൂടെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻസ് ആയിട്ട് എഴുതി അറിയിക്കുക. നമ്മൾ ഇതിൽ പ്രധാനമായിട്ട് കാണിച്ചേക്കുന്നത് നെക്കിൻ്റെ ആ ഒരു ഭാഗം, അതുപോലെ തന്നെ ആ ഒരു ത്രെഡ് വർക്ക് വരുന്ന ഭാഗം എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോസ് വേണമെന്നുള്ളവർ മസ്റ്റായിട്ട് കമൻസ് ചെയ്യുക. ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതേ നമ്മൾ നൈറ്റി സ്റ്റിച്ചിങ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു നൈറ്റിയാണ് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ത്രെഡ് വർക്കൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. വീണ്ടും ഞാൻ പറയുകയാണ്, കമൻസ് എഴുതുക. അതായത് ഈ ഒരു നൈറ്റിയിൽ പോക്കറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോക്കറ്റിൻ്റെ ഒക്കെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻസ് ചെയ്തുക കേട്ടോ. പിന്നെ ഇതൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. ഇത് നമ്മുടെ നൈബേഴ്സ് തന്നിട്ടുള്ള 2 നൈറ്റി ആണ് കേട്ടോ. റെഡിമെയ്ഡ് അവർ വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഷേപ്പ് ചെയ്യാനും അതുപോലെ തന്നെ സ്ലീവിൻ്റെ ലെങ്ത്ത്, താഴെ പോർഷൻ്റെ ലെങ്ത്തൊക്കെ കുറച്ച് തയ്ക്കാനൊക്കെ ഉണ്ട്. പെരുന്നാളൊക്കെ അല്ലേ, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഓർഡേഴ്സൊക്കെ വരും കേട്ടോ. ഇത് നമുക്ക് ഫുള്ളായിട്ട് നൈറ്റി തയ്ക്കാനുള്ള ക്ലോത്ത് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇതും രണ്ടും ഇനി ഫുള്ളായിട്ട് തയ്ച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നൈറ്റിയുടെ വീഡിയോസ് ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ കമൻറ്റ്സ് ചെയ്തുക. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു നൈറ്റി സ്റ്റിച്ചിങ് വീഡിയോസാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്തായാലും കമൻറ്റ്സ് ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോസ് വേണ്ടി വെയിറ്റ് ചെയ്യുക.